എമ്പുരാൻ സിനിമയെക്കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന ന്യൂസുകളെല്ലാം സത്യമാണോ? അതായത് ആദ്യ മണിക്കൂറിനുള്ളിൽ സിനിമ ബുക്ക് മൈ ഷോ ത്രൂ ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്തു, അതുപോലെ ആദ്യ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ബുക്ക് മൈ ഷോ ത്രൂ ബുക്ക് ചെയ്തു എന്നുള്ള റെക്കോർഡുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് മാത്രമല്ല, ഒരുപാട് ട്രോൾ പേജുകളിലൊക്കെ കണ്ടിട്ടുള്ളത് എമ്പുരാന്റെ സിനിമയുടെ ടിക്കറ്റ് കിട്ടാനില്ല, ആദ്യത്തെ 5 ദിവസത്തെ ടിക്കറ്റ് ഒക്കെ ഫുൾ ആയി എന്നുള്ള രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള ട്രോൾ പേജുകളിലുള്ള പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ നോക്കുന്നത് എമ്പുരാൻ സിനിമയ്ക്ക് ഓരോ സ്ഥലത്തും ടിക്കറ്റ് അവൈലബിൾ ആണോ എന്നാണ്. അതായത് ഞാൻ തെലുങ്കിൽ നോക്കുന്നുണ്ട്, അതുപോലെ തമിഴിൽ നോക്കുന്നുണ്ട്, മലയാളത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഏതായാലും വലിയൊരു സക്സസ് ആവും എന്നുള്ളത് ഷുവറാണ്. വലിയൊരു ഓപ്പണിംഗ് തന്നെ ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ്. വലിയ രീതിയിലുള്ള ബുക്കിങ്ങും നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ ബുക്ക് മൈ ഷോയിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യം തൃശ്ശൂരാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എമ്പുരാൻ ബുക്ക് ടിക്കറ്റ് കൊടുക്കുകയാണ്. ആദ്യ ദിവസം എല്ലാം ഹൗസ്ഫുൾ ഒന്നുമല്ല, ഇപ്പോഴും ഓൾമോസ്റ്റ് ഫുള്ള് യെല്ലോയിലും ഗ്രീനിലൊക്കെ അവൈലബിൾ ആണ്. അതായത് ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ബുക്കിംഗ് ഓപ്പൺ ആയി ഏതാണ്ട് 3-ാമത്തെ ദിവസത്തിലേക്ക് അടുക്കുന്ന സമയത്താണ്. രാത്രി 7:20 ഗ്രീൻ പോലും അവൈലബിൾ ആണ് തൃശ്ശൂർ സിറ്റിയിൽ. അതായത് ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ അല്ല. ആദ്യ ദിവസത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ 2-ാമത്തെ ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഗ്രീൻ അവൈലബിൾ ആണ്. 3-ാമത്തെ ദിവസത്തിൽ ഒരുപാട് ഗ്രീൻ അവൈലബിൾ ആണ്. 4-ാമത്തെ ദിവസത്തിലും ഒരുപാട് ഗ്രീൻ അവൈലബിൾ ആണ്. 5-ാമത്തെ ദിവസത്തിലും ഒരുപാട് ഗ്രീൻ അവൈലബിൾ ആണ്. അപ്പോൾ ടിക്കറ്റ് കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. ഇനി ഞാൻ എമ്പുരാൻ്റെ കൊച്ചിയിലേക്കാണ് വന്നിട്ടുള്ളത്. ബുക്ക് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ 2D ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഷോ ഹൗസ്ഫുൾ ആയിട്ടുണ്ട്. എന്നാലും ആദ്യ ദിവസം ഇപ്പോഴും ടിക്കറ്റ് അവൈലബിൾ ആകുന്ന തിയേറ്ററുകളുണ്ട്. കാരണം യെല്ലോ ഇപ്പോഴും ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അത് കാണിക്കുന്നുണ്ട്. ഒരുപാട് തിയേറ്ററുകൾ കൊച്ചിയിൽ ആദ്യ ദിവസം അവൈലബിൾ ആണ്. അതുപോലെ വെള്ളിയാഴ്ചയിലേക്ക് വരുന്ന സമയത്തും ഒരുപാട് ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. ഇവിടെ ഹൗസ്ഫുൾ ഷോകൾ വളരെ കുറവാണ്. ഗ്രീൻ പോലും അവൈലബിൾ ആണ്. ഇനി സാറ്റർഡേയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോഴും ടിക്കറ്റ് അവൈലബിൾ ആണ്. ഇവിടെ ഗ്രീനും യെല്ലോയുമാണ്. അതായത് ഹൗസ്ഫുൾ ഷോ കാണാനില്ല. സൺഡേയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബുക്ക് ചെയ്യുന്ന ദിവസമാണ്. ആ ഒരു ദിവസവും യെല്ലോ ഗ്രീൻ തന്നെയാണ്. ഇപ്പോഴും ടിക്കറ്റ് അവൈലബിൾ ആണ്. ഇനി മൺഡേയിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ് ഗ്രീൻ ആണ്, കുറച്ച് യെല്ലോ ഉണ്ട്. ഇനി ഞാൻ കോഴിക്കോടാണ് നോക്കുന്നത്. കോഴിക്കോടിൽ ഞാൻ എമ്പുരാൻ സെലക്ട് ചെയ്യുകയാണ്. ബുക്ക് ടിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ആദ്യ ദിവസം എല്ലാ ഷോന്നും ഹൗസ്ഫുൾ അല്ല, യെല്ലോയിൽ അവൈലബിൾ ആണ്. അതിൽ ടിക്കറ്റ് കിട്ടും. 2-ാമത്തെ ദിവസം ഗ്രീൻ യെല്ലോ ആണ്. 3-ാമത്തെ ദിവസം ഗ്രീൻ യെല്ലോ ആണ്, കൂടുതൽ ഗ്രീൻ ആണ്. 4-ാമത്തെ ദിവസം അതായത് സൺഡേ ഗ്രീൻ യെല്ലോ ആണ്, കൂടുതൽ ഗ്രീൻ ആണ്. 5-ാമത്തെ ദിവസം കംപ്ലീറ്റ്ലി ഗ്രീൻ ആണ്. 1, 2, 3 ഷോ യെല്ലോ ഉണ്ട്. ഇനി ഞാനിവിടെ ഹൈദരാബാദിലേക്കാണ് വന്നിട്ടുള്ളത്. ഹൈദരാബാദിൽ ഞാൻ തെലുങ്കാണ് എടുത്തിട്ടുള്ളത്. ആദ്യ ദിവസം ഓൾമോസ്റ്റ് ഗ്രീൻ തന്നെയാണ്. ഒരു ഷോ മാത്രം യെല്ലോയിലുണ്ട്. ഇനി ഫ്രൈഡേയിലേക്ക് വരുന്ന സമയത്ത് ഗ്രീൻ ആണ്, സാറ്റർഡേ ഗ്രീൻ ആണ്, സൺഡേ ഗ്രീൻ ആണ്. ഇനി ഞാൻ ചെന്നൈയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ബുക്ക് ടിക്കറ്റ് കൊടുക്കുകയാണ്. ഇവിടെ തമിഴാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. തമിഴിൽ നിലവിൽ 5 ഷോ ആണുള്ളത്. 5 ഷോയും ഗ്രീൻ ആണ്. അപ്പോൾ ഈ രീതിയിലാണ് ബുക്കിംഗ്. അതായത് എമ്പുരാൻ സിനിമയ്ക്ക് ഇപ്പോഴും ബുക്കിംഗ് അവൈലബിൾ ആണ്. 3 ദിവസമായിട്ട് പോലും കംപ്ലീറ്റ്ലി ഫുള്ളൊന്നുമല്ല. കേരളത്തിൽ തന്നെ ടിക്കറ്റ് കിട്ടാനുണ്ട്. ഇത് ഞാനിവിടെ വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട് 5 ദിവസത്തേക്കൊന്നും ടിക്കറ്റ് തന്നെ കിട്ടാനില്ല എന്നുള്ളത്. അപ്പോൾ ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ എമ്പുരാൻ സിനിമയ്ക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ആദ്യത്തെ 5 ദിവസത്തേക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ടിക്കറ്റ് ഫുള്ളായിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. ഇപ്പോൾ നിലവിൽ നിങ്ങൾ മനസ്സിലാക്കുക, ബുക്കിംഗ് ഓപ്പൺ ആക്കി 3 ദിവസത്തൊക്കെ അടങ്ങുന്ന സമയത്ത് ഒരുപാട് ടിക്കറ്റ് അവൈലബിൾ ആണ്. ആദ്യ ദിവസം പോലും കംപ്ലീറ്റ്ലി ഫുള്ളായിട്ടില്ല. ഇതാണ് സത്യം. നിങ്ങൾക്ക് തന്നെ കയറി നോക്കാവുന്നതാണ്. ഇത് ഞാൻ ഈ പടത്തെ ഡീഗ്രേഡ് ചെയ്യല്ല. ഈ പടം വലിയ രീതിയിലുള്ളൊരു സക്സസ് ആവട്ടെ. 100% എൻജോയ് ചെയ്ത് കാണാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. സക്സസ് ആവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതൊരു കോൺട്രവേഴ്സി ആയതുകൊണ്ട് തന്നെ ഇതേ രീതിയിലുള്ള ഫാൻ ഫൈറ്റൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ജെനുവിനിറ്റി ഈ ചാനൽ ത്രൂ അറിയിക്കുക എന്ന് മാത്രമാണ് ലക്ഷ്യം. കാരണം ഇത്ര കളക്ഷൻ നേടി, അത്ര കളക്ഷൻ നേടി, പ്രൊഡ്യൂസേഴ്സും നടന്മാരും തമ്മിൽ വരെ തല്ലുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഫാൻസ് ഇതൊരു 5 വർഷത്തിന് ശേഷം വളരെ സിമ്പിളായിട്ട് പറയും ആദ്യത്തെ 5 ദിവസം എമ്പുരാന് ടിക്കറ്റ് ഇല്ലായിരുന്നു എന്നുള്ളത്. വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ 5 ദിവസത്തേക്ക് ഇപ്പോഴും ടിക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് ക്ലാരിറ്റി ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ വീഡിയോ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് തന്നെ കയറി നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കയറി സെൽഫായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളത് ആ കാര്യം കമൻറ്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.